ടു ടൈനാസ് കിച്ചൺ. ഞാനിന്ന് നമ്മുടെ ഗ്രില്ലിൻ്റെയൊക്കെ കൂടെയുള്ള ഒരു മിൻറ്റിൻ്റെ ചട്നിയിൽ നമുക്ക് എപ്പോഴും ഹോട്ടൽസിലൊക്കെ പോയാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചട്നി, ഗ്രില്ലിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മല്ലിയിലയും പുതിനയും ഈക്വൽ എമൗണ്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ, അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു അളവ് പറയാത്തത്. കാരണം നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച്. ഇപ്പം ഞാനൊരു ചെറിയ പോർഷൻ ഉണ്ടാക്കാനുള്ള ഒരു അളവാണ് കാണിക്കുന്നത്. ഇത് രണ്ടും കൂടി ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും. പുതിനയുടെ ഞാൻ ലീവ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, മല്ലിയിലയുടെയും ലീവ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെയുള്ള ചെറിയ തണ്ട് മാത്രമേ ഇതിലുള്ളൂ, അല്ലെങ്കിൽ കട്ടിപ്പ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ്, ഇത്രയും വേണ്ടി വരില്ല, ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്താൽ മതി, കുറച്ച് മതിയാവും. പിന്നെ വേണ്ടത് ഒരു ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. പക്ഷെ നിങ്ങളിത് ശ്രദ്ധിക്കുക, പച്ചമുളകിൻ്റെ നമ്മളെ ചട്നി കൂട്ടുമ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ പച്ചമുളക്, ഇതിപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ 1/2 പച്ചമുളകായാലും മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം, പക്ഷേ വളരെ കുറച്ച് മതി. ഇപ്പോൾ ഈ ഒരു അളവ് അനുസരിച്ച് അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് മതി. ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും ഏറ്റവും കുഞ്ഞ് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ അരച്ച് വരുമ്പോണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയും കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മളത് തൈര് കൂട്ടി അതിൻ്റെ ആ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് എപ്പോഴും കുറച്ചളവ് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതാണ്. കാരണം അതിൻ്റെ കുത്താണ് ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വളരെ ഒരു കുഞ്ഞ് പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു ലൈമിൻ്റെ 1/2 ലൈമിൻ്റെ ഫുൾ ജ്യൂസ് ഞാൻ സ്ക്യൂസ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് കുറച്ച്, കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്ര ആവശ്യം വരില്ല. പുളി വേണ്ടല്ലോ, ഒരു ബാലൻസ് പുളിയാണ് വേണ്ടത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത്രയും നാരങ്ങയുടെ നീര് ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് കിട്ടുന്ന തൈരിന് പുളി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല പുളിയുള്ള തൈര് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ഇല്ലാത്ത തൈര് തന്നെ യൂസ് ചെയ്യണം നിങ്ങൾ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ അധികം പുളിയില്ലാത്ത തൈരും യൂസ് ചെയ്യണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് അരച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പുതിന മല്ലിയിലെല്ലാം പച്ചമുളക് നാരങ്ങ നീര് ഒഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഫൈനായിട്ട് അരഞ്ഞ് കിട്ടൂല, കാരണം ഇലയായതുകൊണ്ട് കിട്ടൂല. അപ്പോൾ നമുക്ക് നമ്മുടെ അളവുള്ള തൈരിന് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ഈ തൈരൊന്നും വെള്ളം പോലെയാവും, പക്ഷെ മൊത്തം തൈര് ഇതിലേക്ക് ഇട്ട് അരയ്ക്കരുത്. അങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സോസിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, ആ ഡിപ്പിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും, ഭയങ്കര ലൂസായി പോകും. അപ്പോൾ ഇത്രയും തൈര് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരയ്ക്കാം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും. നമ്മുടെ 1 ടേബിൾ സ്പൂൺ തൈര് കൂട്ടിയിട്ട് അരച്ചെടുത്ത ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. കണ്ടോ, നമ്മളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫുൾ തൈര് ഒഴിച്ചിട്ട് ഒരിക്കലും ചട്നി അരക്കരുത്. അങ്ങനെ അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളം പോലെയുള്ള ചട്നിയാണ് കിട്ടുക. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണോ അരയ്ക്കാൻ അത്രമാത്രം തൈര് ചേർക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് ബാക്കി തൈര് ചേർത്താൽ മതി. ഇനി നമ്മുടെ ചട്നിയുടെ ടേസ്റ്റും കളറും അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ഒരിക്കലും അടിച്ച് വെക്കരുത്. ഇങ്ങനെ ഇതിലേക്കിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചട്നി ലൂസായി പോകുന്നതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ തൈര് ഒഴിച്ച് അരയ്ക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അന്നേരം നാരങ്ങയുടെ നീര് ഇതിൻ്റെ പുളി അനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങയുടെ നീര് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും തൈര് മതിയാവും. ഞാൻ ഇതുകൊണ്ടാണ് ഇതിനൊരു എമൗണ്ട് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് പറയാത്തത്. കാരണം ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ചിലർക്ക് ലൈറ്റ് ഗ്രീൻ ചട്നി ഇഷ്ടം, ചിലർക്ക് ഡാർക്ക് ഗ്രീൻ ചട്നി ഇഷ്ടം. അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എല്ലായിടത്തും എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇതിൻ്റെ ഉപ്പ് ഈ സമയത്ത് നോക്കുക, എല്ലാം നോക്കുക. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.